ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2006 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ ഗ്രേവ് ഡാൻസേഴ്സ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഹന്ന എന്നൊരു പെൺകുട്ടി തന്റെ മുറിക്കകത്ത് പേടിച്ച് വിറച്ചിരിക്കുക. വെട്ടവും വെളിച്ചൊന്നുമില്ല. അവള് പേടിച്ച് വരണ്ട് ചുറ്റും ടോർച്ചടിച്ച് നോക്കുന്നുണ്ട്. എന്നാ ആരെയും കാണുന്നൊന്നുമില്ല. പക്ഷേ ആ മുറിക്കകത്ത് ഏതൊരു അദൃശ്യ ശക്തി മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ എന്റിറ്റി ഹന്നയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ശേഷം കഴുത്തിലൊരു കയറിട്ട് കുരുക്കി അവളെ നിലത്തുകൂടി വലിച്ചഴിച്ചോണ്ട് പോയി. ആ ഈവിൾ എന്റിറ്റി ഹന്നയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുവാണ്. ആ സമയം ഹന്നയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കാർഡ് അത് താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. അടുത്ത സീനില് ഈ ചിത്രത്തിലെ കഥാനായകനായ ഹാരിയുടെ വൈഫ് ആലീസിനെയാണ് നമ്മളെ കാണിക്കുന്നത്. അവരിപ്പോ നായകന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ഡേവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. കൂട്ടുകാരന്റെ മരണം അതൊരു അപകടമായിരുന്നു. നായകന്റെ മറ്റൊരു സുഹൃത്ത് ആ ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട്. കീറ നമ്മുടെ നായകന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണ്. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഹാരി വൈഫിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുക. ഈ സമയത്ത് ആലിസൺ പറയും, കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ നിങ്ങൾ ഫ്രണ്ട്സിനെ കാണുന്നേ? ഹാരി, നിങ്ങളിപ്പോ അവരുടെ അടുത്തേക്ക് പോണം. ഹാരിക്ക് സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കീറ അവന്റെ കാമുകിയായിരുന്നു. അത് ആലീസിനെ സങ്കടമാവില്ലേ? എന്നാലും ആലീസൺ ഹാരിയെ കൂട്ടി മരണപ്പെട്ട ആ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുക, നായകന്റെ മറ്റു സുഹൃത്തുക്കളെ കാണാൻ. ഇതാണ് ഹാരിയുടെ മറ്റൊരു സുഹൃത്ത് സിഡ്. പുള്ളിക്കാരന് ജോലി തിരക്ക് കാരണം മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ഹാരി, കീറ, ഡേവ്, സിദ് ഇവര് 4 പേരും കോളേജ് മേറ്റ്സ് ആയിരുന്നു. നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ഈ സമയം ആലിസിന് അവിടെ നിൽക്കാൻ അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. കാരണം കീറ അവളെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ഞാൻ വീട്ടിലേക്ക് പോവാണ്, നിങ്ങൾ ഫ്രണ്ട്സിനോടൊപ്പം പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കി. അതെന്താ പെട്ടെന്നെന്ത് പറ്റി? എന്നാ ഞാനും നിന്റെ കൂടെ വീട്ടിലേക്ക് വരാം. പക്ഷേ ആലിസൺ ആണെങ്കിൽ ഭർത്താവിനെ നിർബന്ധിച്ച് ഫ്രണ്ട്സിന്റെ അടുത്താക്കി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങാണ്. അന്ന് രാത്രി ആ 3 സുഹൃത്തുക്കളും ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇപ്പോ കൂട്ടത്തില് ഹാരി മാത്രമാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. സിദ്ധു ഉടനെ തന്നെ കല്യാണക്കാരി എടുത്തിടുമ്പോ നായകന് മനസ്സിലായി ഈ സംസാരം അതത്ര നല്ലതല്ല. എനിക്ക് വീട്ടിലേക്ക് പോണം, 8 മണിയായി, എന്റെ ഭാര്യ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് ഹാരി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ സിദ്ധു ഒത്തിരി ഇമോഷണൽ ആയി. അവന് ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റിയില്ല, സുഹൃത്തിനെ അവസാനമായിട്ട് കാണാൻ പറ്റിയില്ല. എനിക്ക് അവനോട് ഗുഡ് ബൈ പറയണം. അല്ല, നമുക്ക് ഒരുമിച്ച് അവനോട് ഗുഡ് ബൈ പറയണം. അവൻ ഡേവിന്റെ കല്ലറയിലേക്ക് പോകാനായിട്ട് വാശി പിടിക്കുകയാണ്. എന്നാ മറ്റു 2 പേരും അതിന് തയ്യാറായില്ല. എനിക്ക് നിങ്ങളുടെ കൂട്ടു വേണ്ട, ഞാൻ തനിയെ പൊയ്ക്കോളാന്നും പറഞ്ഞ് സിദ്ധ് നേരെ സെമിത്തേരിയിലേക്ക് പോവാണ്. അവന്റെ പിന്നാലെ തന്നെ മറ്റു 2 പേരും ഉണ്ട്. അക്കാര്യം സിദ്ധ് ശ്രദ്ധിച്ചിട്ടില്ല. അവനത് പോലീസാണെന്ന് കരുതി ഉടനെ തന്നെ സെമിത്തേരിയുടെ മതിലെടുത്ത് ചാടി ഒരു കല്ലറയ്ക്ക് പിന്നില് മറഞ്ഞിരുന്നു. അവന്റെ അടുത്തേക്ക് ടോർച്ച് അടിച്ചിട്ട് ആരോ ഓടി വരുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നായകനും കീറിയായിരുന്നു. 2 പേരും ഗുഡ് ബൈ പാർട്ടി നടത്താനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, സിദ്ധിനെ സന്തോഷിപ്പിക്കാനായിട്ട്. അങ്ങനെ 4 പേരും മരിച്ചുപോയ സുഹൃത്തിനോട് വർത്താനൊക്കെ പറഞ്ഞ് ഡ്രിങ്ക്സ് കഴിക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. ഹാരി അധികം കഴിക്കുന്നൊന്നുമില്ല. എനിക്ക് നാളെ ജോലിക്ക് പോണം, ഞാനൊന്ന് നടന്നിട്ട് വരാം, എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യാന്നും പറഞ്ഞ് ഹാരി നടക്കാനായിട്ട് പോയി. കൂടെ തന്നെ കീറയും അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഈ സമയത്താണ് തനിച്ചിരുന്ന് സംസാരിച്ചോണ്ടിരുന്ന സിദ്ധിന് അവൻ ആ കല്ലറയിൽ നിന്നൊരു കാർഡ് കിട്ടുന്നത്. ഇതേപോലെ ഒരു കാർഡാണ് നമ്മൾ ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടത്. അവൻ ഉടനെ തന്നെ ആ കാർഡ് എടുത്ത് തന്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു കല്ലറയ്ക്ക് മുകളിൽ കയറി നിന്ന് അത് വായിക്കാൻ തുടങ്ങി. അത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കവിതയാണ്. മരണത്തെക്കുറിച്ച്. ജീവിതം മരിച്ചവർക്ക് വേണ്ടിയല്ല, ജീവനുള്ളവർക്ക് വേണ്ടിയാണ്. മരിച്ചവരെ മറക്കൂ, സന്തോഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കവിതയാണത്. അതിനകത്ത് മറ്റു പേരുകളൊന്നുമില്ല. അങ്ങനെ 3 പേരും ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിതം മരിച്ചവർക്ക് വേണ്ടിയല്ല, അത് ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്നും പറഞ്ഞ് പാട്ടും പാടി ഡാൻസ് കളിക്കാൻ തുടങ്ങി. 3 പേരും ഓരോരോ കല്ലറയ്ക്ക് മുകളിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നു. അടുത്ത ദിവസം രാവിലെയാണ് നായകൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആലിസനും അവനെ കാത്തിരിക്കുകയായിരുന്നു. വന്ന പാടെ തന്നെ അവള് ഹാരിയുടെ ജാക്കറ്റൊക്കെ മണത്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാരി വന്ന ഉടനെ തന്നെ വീട്ടിലുണ്ടായിരുന്ന പൂച്ച അത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് പെരുമാറാൻ തുടങ്ങി. അതൊരു മുറിയിലേക്ക് നോക്കി കാറി കൂവുന്നുണ്ട്. ആലിസൺ ആ മുറിയിൽ എന്താണെന്നറിയാൻ പതിയെ അങ്ങോട്ട് ചെല്ലുന്ന നേരത്താണ് പെട്ടെന്ന് വീട്ടിലുണ്ടായിരുന്ന ലാൻഡ് ഫോൺ അത് റിങ് ചെയ്യാൻ തുടങ്ങി. ഫോൺ എടുത്ത് നോക്കിയിട്ട് ആരും സംസാരിക്കുന്നൊന്നുമില്ല. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. അവര് ഫ്രണ്ട്സ് തമ്മില് കോണ്ടാക്ട് ഒന്നുമില്ല. 3 പേർക്കും ജോലി തിരക്കാണ്. പക്ഷെ ആലീസിന്
അങ്ങനെ ഡേവിന്റെ ആ ചടങ്ങിന് പോയതിനു ശേഷം തന്റെ വീടിനകത്ത് എന്തൊക്കെയോ ബാഡായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഡോറൊക്കെ തനിയെ തുറന്നു കിടക്കുന്നു, ചുമരിലെന്തോ തട്ടുന്ന മുട്ടുന്ന ശബ്ദങ്ങൾ കേൾക്കാം, ഫോൺ എപ്പോഴും റിങ് ചെയ്യും. ഫോൺ എടുത്ത് നോക്കുമ്പോ ആരും തന്നെ സംസാരിക്കുന്നുമില്ല. ആ വീടിനകത്ത് ആലിസൺ തനിച്ചല്ലാത്തതുപോലെ. അന്ന് വൈകിട്ട് ആലിസൺ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. അവള് ഹാരിയെ വിളിച്ചു നോക്കിയിട്ട് വീടിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. താഴെ ഫ്ലോറില് അവരുടെ ഫോട്ടോ ഒരെണ്ണം താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ അത് കണ്ട് ആലിസൺ ആകെ സങ്കടമായി. ഈ സമയത്താണ് മുകളില് അവരുടെ ബെഡ്റൂമിൽ നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നത്. പിന്നെ പറയണോ, ആലിസൺ നേരെ തന്നെ മുകളിലേക്ക് ചെന്ന് ബെഡ്റൂമിന്റെ ഡോറ് തുറന്നു നോക്കി. എന്നാ മുറിക്കകത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഹാരി ഇതുവരെ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. ആലിസൺ ആകെ പാനിക്കായി താഴേക്ക് ഓടി ചെല്ലുമ്പോ ഡൗൺ സ്റ്റെയറില് ഹാരി നിൽക്കുന്നുണ്ടാവും. അവനെ കണ്ടതും ആലിസൺ കരയാൻ തുടങ്ങി. അവള് നമ്മുടെ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നു. ഇത് കേട്ട് ഹാരിക്കൊന്നും മനസ്സിലായില്ല. ആര് വന്നു, നീ എന്തേ പറയുന്നേ? ഇപ്പോ ആലിസന്റെ മനസ്സ് നിറയെ കീറയെ കുറിച്ചുള്ള ചിന്തകളാണ്. അവള് തന്റെ ഹാരിയെ തട്ടിയെടുക്കോ, തന്റെ ഹസ്ബൻഡ് അവളെ ചീറ്റ് ചെയ്യോ എന്നൊക്കെ. കാരണം ലാൻഡ് ഫോണിലേക്ക് തുടർച്ചയായിട്ട് ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷേ ആലിസൺ ഫോൺ എടുക്കുമ്പോ ആരും സംസാരിക്കില്ല. മാത്രമല്ല ഈ വീടിനകത്ത് അമാനുഷികമായി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഹാരി വീടിന്റെ പുറത്തേക്കുള്ള ഡോറിന്റെ ലോക്കൊക്കെ മാറ്റി അലാം സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇനി ആരെങ്കിലും വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറി ആലിസിനെ പേടിപ്പിക്കുന്നതാണെങ്കിലോ. ഈ നേരത്ത് ആ വീടിനകത്ത് നിന്ന് ആരോ പിയാനോ വായിക്കുന്ന ശബ്ദം കേൾക്കാം. ആ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോ ദേ വീടിന് വെളിയിലെ ആലിസൺ നിൽക്കുന്നു. അപ്പൊ പിന്നെ ആ പിയാനോ വായിക്കുന്നത് ആരായിരിക്കും? അവൻ പതിയെ ആ മുറിയിലേക്ക് ചെന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഹാരി ആ മുറിയിലേക്ക് വന്നതും ആ പിയാനോ പ്ലേ ആവുന്നത് സ്റ്റോപ്പായി. ഇത് കണ്ട് ഹാരി ആകെ സ്റ്റണ്ണായിട്ട് നിൽക്കുക. ഇപ്പോ അവൻ ഈ വീടിനകത്ത് കണ്ട ഈ കാര്യങ്ങളൊന്നും തന്നെ വൈഫിനോട് പറയില്ല. അന്ന് പാതിരാത്രി വീടിനകത്ത് പൂച്ച കരയുന്ന ശബ്ദം കേട്ട് നായകൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ആരോ നടക്കുന്ന ശബ്ദങ്ങൾ കേട്ട് അവൻ താഴേക്കിറങ്ങി ചെല്ലുമ്പോ അവിടെയുള്ള ലൈറ്റൊക്കെ മിന്നിക്കൊണ്ടിരിക്കുക. പിന്നെ ആ പിയാനോയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹാരി ഉടനെ തന്നെ ഒരു ഗോൾഫ് സ്റ്റിക്ക് എടുത്തിട്ട് അവൻ പതിയെ ആ മുറിയിലേക്ക് നടന്നു. അപ്പോഴും മുന്നത്തെ പോലെ തന്നെ ആ പിയാനോയ്ക്ക് അരികിൽ ആരും ഉണ്ടായിരുന്നില്ല. അത് തനിയെ ശബ്ദം ഉണ്ടാക്കുക. ഈ സമയം തന്നെ മുറിയിലെ ആലിസൺ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ആലിസൺ കണ്ണു തുറന്നു. അപ്പതേ അവൾക്ക് പിന്നിലായിട്ട് ഒരു സ്ത്രീ കരഞ്ഞോണ്ടിരിക്കുക. അവൻ എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ആലിസൺ പേടിച്ച് പതിയെ തിരിഞ്ഞു നോക്കുമ്പോഴോ ആ സ്ത്രീ അവളെ ആക്രമിക്കാനായിട്ട് ചാടി പറന്നു വന്നു. ഇരുട്ടായത് കാരണം ആ സ്ത്രീ ആരാണെന്ന് അവൾ കണ്ടിരുന്നില്ല. ആലിസൺ തന്റെ ജീവനും കൊണ്ട് താഴേക്കോടി. ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് ഹാരി ആ സ്റ്റിക്കുമായിട്ട് മുകളിലേക്ക് ചെന്നു. ആ ഡോർ അങ്ങനെ പതിയെ തുറന്നു വന്നു. അതുകൊണ്ട് ഹാരി അങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഈ നേരത്താണ് ഫ്രണ്ട് ഡോറിൽ ആരോ പടപടയെന്ന് തട്ടുന്നത്. സത്യത്തില് രണ്ടുപേരും പേടിച്ചു പോയി. അവർ ആ ഡോറ് തുറന്നു നോക്കുമ്പോ അത് 2 പോലീസുകാരാണ്. ഈ പാതിരാത്രിക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു, ശല്യമാണെന്നും പറഞ്ഞ് അയൽവാസികള് കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാര് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. അവർ ആ വീട് മുഴുവൻ പരിശോധിച്ച് നോക്കിയിട്ട് ആരും തന്നെ അതിക്രമിച്ച് കയറിയതിന്റെ യാതൊരു അടയാളങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ പോലീസുകാരുടെ സംസാരമാണെങ്കില് ഭാര്യയും ഭർത്താവും കച്ചറി ഉണ്ടാക്കി അയൽവാസികളെ ശല്യം ചെയ്തു എന്ന രീതിയിലാണ്. ഇവര് പറയുന്ന ഒരു കാര്യങ്ങളും പോലീസ് വിശ്വസിക്കില്ല. ആ പോലീസ് അവിടെ നിന്ന് പോയതിനു ശേഷം ആലിസൺ ഹസ്ബൻഡുമായിട്ട് തർക്കിക്കാൻ തുടങ്ങി. താൻ ആ മുറിയിൽ കണ്ട സ്ത്രീ അത് കീറയാണ്. അവള് നമ്മളെ രണ്ടുപേരെ അകറ്റാനായിട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ എന്തൊക്കെയോ ആലിസൺ വിളിച്ച് പറയുന്നുണ്ട്. ഹാരി ആണെങ്കില് ഡേവിന്റെ മരണച്ചടങ്ങിന് ശേഷം ഫ്രണ്ട്സിനെ കണ്ടിട്ടുമില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും ആലിസൺ അത് വിശ്വസിക്കില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം വേണമെന്നും പറഞ്ഞ് ആലിസൺ ഈ പാതിരാത്രിക്ക് കീറിയെ തെരഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവര് ഡോറിൽ തട്ടി നോക്കി ഒച്ചയും ബഹളൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ഡോറ് തുറക്കുന്നില്ല. ഡോറ് തുറക്കാതായപ്പോ ആലിസൺ വീടിന്റെ അകത്തേക്ക് കടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഹാരി അവളെ തടയും. ഇങ്ങനെ അതിക്രമിച്ച് കയറാനൊന്നും പാടില്ല. അതിന് ആലിസൺ പറയും, അവൾക്ക് എന്റെ വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറാമെങ്കില് എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ആലിസൺ എങ്ങനെയൊക്കെയോ ആ വീടിന്റെ ബാക്ക് ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറി. അതിനകത്ത് വെട്ടവും വെളിച്ചമൊന്നുമില്ല. വീട് മൊത്തം അലങ്കോലായിട്ട് പാഴടഞ്ഞതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. ചുമരിൽ എന്തൊക്കെയോ മാന്തി പറിച്ചു വെച്ചിരിക്കുകയാണ്. അവരിതൊക്കെ കണ്ട് പേടിച്ചിട്ട് ഞെട്ടി നിൽക്കുമ്പോ പെട്ടെന്ന് രക്തത്തിൽ കുളിച്ച് കീറ അവരുടെ അടുത്തേക്ക് ഓടി വരും. അങ്ങനെ തന്നെ അവളൊരു മുറിക്കകത്തേക്ക് ഓടിക്കേറി വാതിലടച്ചു. ആലിസൺ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഓടി. കാറിനകത്താണ് ഫോൺ ഇരിക്കുന്നത്. എന്നാ ഇതേ സമയം തന്നെ
തന്നെ ഹാരി കീറിയെ തെരഞ്ഞ് ആ മുറിക്കകത്തേക്ക് ചെന്നു. കീറയാണെങ്കില് ആ ബാത്റൂമിനകത്ത് പേടിച്ച് വിറച്ചിരിക്കുന്നു. അങ്ങനെ ഹാരിയും ആലീസനും ചേർന്ന് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആരോ അവളെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ദേഹം മൊത്തം കടിച്ച് പറിച്ചു വെച്ചിരിക്കുക. ആ ബൈറ്റ് മാർക്ക് അത് മനുഷ്യന്റെ തന്നെയാണോ എന്ന് ഡോക്ടേഴ്സിനെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ആലിസൺ ഹാരിയോട് മാപ്പ് പറയുന്നുണ്ട്. അവരുടെ വീടിനകത്ത് കണ്ട സ്ത്രീ അത് ഒരിക്കലും കീറയായിരുന്നില്ല. ഹാരി ഉടനെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ സിദ്ദിനെ വിളിച്ച് പറയും. ഈ സമയം ആലിസൺ ഹാരിയെ കാത്തു നിൽക്കുക. അപ്പോ അവിടെയുള്ള ഒരു സ്ട്രക്ചറില് ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ടാവും. അത് ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങി. ആലിസൺ പതിയെ ആ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് നടന്നു. അപ്പതേ ആ ഡെഡ് ബോഡിയിൽ നിന്ന് കുടുകുടാന്ന് ബ്ലഡ് തറയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇത് കണ്ട് ആലിസൺ പേടിച്ച് കരഞ്ഞ് ഒച്ചയും ബഹളൊക്കെ വെച്ചു. അപ്പോഴേക്കും ഹാരി അങ്ങോട്ട് ഓടിയെത്തി. മറ്റൊരു നഴ്സും അങ്ങോട്ട് ഓടിയെത്തി. ഇപ്പോ ആലിസൺ നോക്കുമ്പോ ആ സ്ട്രെച്ചറിലെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്റെ തോന്നലായിരുന്നു. ഹാരി ഉടനെ തന്നെ വൈഫിനെയും കൊണ്ട് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോഴാണ് സിദ്ദും ആ ഒരു കാര്യം അവരോട് പറയുന്നത്. അവരെ പോലെ തന്നെ സിദ്ദിനെയും ഏതൊരു പ്രേതാത്മാവ് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അവനും 2 ആഴ്ചയായിട്ട് പേടിച്ച് വിറച്ച് വീടിനകത്ത് തന്നെ ഇരിക്കുക. എന്നാൽ അത് ഇവരെ പോലെയല്ല സിദ്ദിനെ ആ പ്രേതാത്മാവ് കൊല്ലാൻ ശ്രമിക്കുന്നത്. അത് തീ കൊണ്ട് കളിക്കുന്ന പ്രേതമാണ്. വീടിനകത്ത് ഒരു കാര്യമില്ലാതെ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കും. തലനാരഴയ്ക്കാണ് സിദ്ദിനെ തന്റെ ജീവൻ തിരികെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ സിദ് ഒരു പാരനോർമൽ എക്സ്പേർട്ടിന്റെ സഹായം തേടി. പ്രൊഫസർ വിൻസെന്റ്, പിന്നെ ഇത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രാൻസിസ്, രണ്ടുപേരും പ്രേതങ്ങള് സത്യമാണെന്ന് തെളിയിക്കാൻ പ്രൂഫ് തെരഞ്ഞു നടക്കുമായിരുന്നു. പ്രൊഫസറും അസിസ്റ്റന്റും അവരെ രണ്ടുപേരെയും പരിചയപ്പെടുന്നു. അവരും നടന്ന എല്ലാ കാര്യങ്ങളും പ്രൊഫസറിനോട് പറയുന്നുണ്ട്. പക്ഷേ അന്ന് സെമിത്തേരിയിലെ എന്ത് നടന്നു എന്ന് ആലിസിന് അറിയില്ലല്ലോ. അന്ന് പ്രത്യേകിച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നാണ് ഹാരി പറയുന്നത്. പക്ഷേ സിദ് പറയും, ഹാരി നമുക്കിത് അവരോട് പറയണം. അന്ന് രാത്രി അവർ ആ സെമിത്തേരിയിൽ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിച്ചു, ഡാൻസ് കളിച്ചു. മാത്രമല്ല ആ എംബലപ്പിലുണ്ടായിരുന്ന കവിത, അതിനെക്കുറിച്ചും പ്രൊഫസറിനോട് പറയും. ഇത് കേട്ട് ആലിസിന് ആകെ ഷോക്കായി. ഹാരി, നിങ്ങള് കല്ലറയ്ക്ക് മുകളിൽ നിന്ന് ഡാൻസ് കളിച്ചോ? പ്രൊഫസറും ഫ്രാൻസിസും അത് കേട്ട് ഞെട്ടിപ്പോയി. ഈ കാര്യങ്ങൾ കേട്ടപ്പോ പ്രൊഫസറിന് ഒരു കാര്യം ഉറപ്പായി. ആരോ മനഃപൂർവ്വം ഇവരെ കേഴ്സ് ചെയ്തിരിക്കുകയാണ്. അവരെ കല്ലറയ്ക്ക് മുകളിലെ ഡാൻസ് കളിച്ചത് മാത്രമല്ല കാരണം. അവർ ആ കാർഡിലുണ്ടായിരുന്ന കവിത വായിച്ചു. അതൊരിക്കലും കവിതയായിരുന്നില്ല, അവരെ തന്നെ കേഴ്സ് ചെയ്യുന്ന മന്ത്രങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രേതാത്മാക്കള് ഇവരെ ഹോണ്ട് ചെയ്യുന്നത്. പ്രൊഫസർ ഇതിനെക്കുറിച്ച് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ആ വീടിനകത്ത് താഴെ ഫ്ലോറില് തനിയെ തീ കത്താൻ തുടങ്ങി. ആരോ നടന്നു പോകുന്നത് പോലെ താഴെ തീ പടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോ സിദ് പറഞ്ഞതുപോലെ ആരോ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പ്രൊഫസർ അതെല്ലാം തന്നെ പ്രൂഫിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നു. അടുത്ത ദിവസം തന്നെ അവര് 3 പേരും പ്രൊഫസറിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും ഈ ശാപത്തിൽ നിന്ന് പുറത്തു കിടക്കണം. ഇപ്പോ പ്രൊഫസർ പറയുന്നത് ആ കാർഡിലുണ്ടായിരുന്ന കവിത അത് നിരന്തരമായിട്ട് നിൽക്കുന്ന ശാപമല്ല, അത് വെറും 30 ദിവസത്തേക്ക് മാത്രമാണ്. അതായത് 30 ദിവസത്തിനുള്ളില് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇവരുടെ മരണത്തിന് ശേഷമേ ആ ഒരു ശാപം ഇല്ലാതാവുന്നുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ആ പ്രേതാത്മാക്കളുടെ ശക്തി കൂടി വരും. അങ്ങനെ അവരുടെ മരണ സാധ്യതകളും കൂടി വരും. ഇതിപ്പോ ആ പ്രേതാത്മാക്കൾ ആരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിഞ്ഞാലേ പ്രൊഫസറിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ആദ്യം ആ സെമിത്തേരിയിലേക്ക് പോയി ആ കല്ലറകളൊക്കെ കണ്ടെത്തണം. ഇത് കേട്ട നായകനാകെ പേടിയായി. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇനി അങ്ങോട്ട് പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോ പ്രൊഫസർ പറയും, ഇതല്ലാതെ മരിക്കാതിരിക്കാൻ മറ്റൊരു മാർഗവുമില്ല. ഇതേ സമയം തന്നെ മറ്റൊരു വശത്ത് ആശുപത്രിയില് കീറയുടെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേട്ട് ഒരു നഴ്സ് വന്ന് ആ ഡോറ് തുറന്നു നോക്കി. അതിനകത്ത് കീറയെ കാണുന്നില്ല. നഴ്സ് ബെഡിനടിയിലേക്ക് നോക്കുമ്പോ കീറ അതിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അവള് പേടിച്ചിട്ട് കരയുന്നുണ്ട്. അവൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, പുറത്തേക്ക് പോ, പുറത്തേക്ക് പോ, പുറത്തേക്ക് പോവെന്നും പറഞ്ഞ് കീറ നിലവിളിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ആ നഴ്സാകെ കൺഫ്യൂസ് ആയി. അവർ ആ മുറിക്ക് ചുറ്റും നോക്കുന്നുണ്ട്, ഒന്നിനെയും കാണുന്നില്ല. പെട്ടെന്ന് എന്തോ ഒരു അദൃശ്യ ശക്തി ആ നഴ്സിനെ ആക്രമിക്കാൻ തുടങ്ങി. ആ നഴ്സിനെ തൂക്കിയെടുത്ത് ജനാല വഴി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ മുറിക്കുള്ളിൽ നിന്ന് കീറയുടെ നിലവിളിച്ചുള്ള കരച്ചിൽ മാത്രം കേൾക്കാം. മറുവശത്ത് പ്രൊഫസറും ടീമും ആ കല്ലറ തെരഞ്ഞ് സെമിത്തേരിയിലെത്തി. പ്രൊഫസർ ചുറ്റുപാടും നിരീക്ഷിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്നറിയാൻ. അന്ന് രാത്രി കൂട്ടത്തില് അധികം മദ്യപിക്കാതിരുന്നത് നായകനാണ്. ഹാരി എങ്ങനെയൊക്കെയോ അവര് ഡാൻസ് കളിച്ചിരുന്ന ആ കല്ലറകൾ കണ്ടെത്തി. അതില് ഹാരി ഡാൻസ് കളിച്ചത് എമ എന്നൊരു സ്ത്രീയുടെ കല്ലറയിലാണ്. ഇത് കണ്ടതോടെ പ്രൊഫസറും അസിസ്റ്റന്റും ആകെ ഞെട്ടിപ്പോയി. കാരണം അവരിപ്പോ നിൽക്കുന്ന സ്ഥലമില്ലേ, അത് വളരെ മോശപ്പെട്ട വ്യക്തികളെ അടക്കം ചെയ്തിരിക്കുന്ന സ്പോട്ടാണ്. ക്രിമിനൽസ്, റേപ്പിസ്റ്റ്, അങ്ങനെ ജീവിച്ചിരിക്കുമ്പോ ഒരുപാട് മോശം പ്രവൃത്തികൾ ചെയ്തിരിക്കുന്ന ആളുകളെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇനി സിദ് ഡാൻസ് കളിച്ചത് വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ഡെന്നിസിന്റെ കല്ലറയിലായിരുന്നു. അക്കൂട്ടത്തിലെ കീറയ്ക്കാണ് നല്ല മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത്. അവള് ഡാൻസ് ചെയ്തത് റേപ്പിസ്റ്റ് ആയ ഒരു സീരിയൽ കില്ലറിന്റെ കല്ലറയിലാണ്. അന്ന് രാത്രി തന്നെ അവരെ കീറയെ കാണാനായിട്ട് ആശുപത്രിയിലെത്തി. ഒരുപക്ഷെ ആലിസൺ അന്ന് രാത്രി കീറയെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവൾക്ക് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. ഇപ്പോ ഈ
ആശുപത്രിക്കാര് വിചാരിക്കുന്നത് കീറയാണ് ആ നഴ്സിനെ ആക്രമിച്ചത്, അവരെ കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷേ സത്യം എന്താന്ന് അത് നായകനും കൂട്ടുകാർക്കറിയാം. ഹാരിക്ക് അവളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതിരിക്കുക. പ്രൊഫസർ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം ഹാരി അവളോട് പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ട് കീറ ആകെ ഇമോഷണലായി. ഇനി ഒരു നിമിഷം പോലും തനിക്ക് ഈ മുറിക്കകത്ത് തനിച്ചിരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ എന്നെ കൂടി കൊണ്ടുപോകണം. അവര് കുറെ പറഞ്ഞു നോക്കി, നിനക്കിപ്പോ മെഡിക്കൽ ഹെൽപ്പ് വേണം, നീ ഇവിടെ സേഫ് ആണ് എന്നൊക്കെ. എന്നാൽ കീർ അതിന് സമ്മതിക്കില്ല. അവരോടൊപ്പം പ്രൊഫസറിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പ്രൊഫസറും അസിസ്റ്റന്റും ചേർന്ന് ആ 3 ആത്മാക്കളുടെയും വിവരങ്ങൾ കളക്ട് ചെയ്തിരുന്നു. അവർ ഇതുവരെ ആ പ്രേതങ്ങളുടെ രൂപം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പ്രൊഫസർ അവർക്ക് ഓരോരുത്തരുടെയും ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നു. സിദ്ധാവട്ടെ 8 വയസ്സ് മാത്രം പ്രായമുള്ള ഡെന്നിസിന്റെ ഫോട്ടോ കണ്ട് അവന് ആശ്വാസമായി. എന്നാൽ അത് സിദ്ധ് കരുതുന്നത് പോലെ ഡെന്നിസ് ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല. അവന് ചില മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൈറോമാനിയാക്. അവൻ ആ തീയോടുള്ള അമിതമായിട്ടുള്ള ആസക്തി കാരണം ഡെന്നിസ് തന്റെ വീട് തന്നെ കത്തിച്ചു. ആ ഫയർ ആക്സിഡന്റില് ഡെന്നീസും കൊല്ലപ്പെട്ടു, അവന്റെ പേരൻസും സഹോദരങ്ങളും കൊല്ലപ്പെട്ടു. ഇനി നായകനെ ഹോണ്ട് ചെയ്യുന്ന പ്രേതമില്ലേ എമ്മ, ആ സ്ത്രീ ഒരു പിയാനോ ടീച്ചറായിരുന്നു, ഒരു മ്യൂസിക് ടീച്ചറായിരുന്നു. അങ്ങനെ 1923 എമ്മ വിവാഹിതനായ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായി. ഒരു ദിവസം എമ്മ ഒരു കോടാലിയായിട്ട് കാമുകന്റെ വീട്ടിലേക്ക് ചെന്ന് കാമുകന്റെ ഭാര്യയെ കൊലപ്പെടുത്തി, കാമുകനെയും കൊലപ്പെടുത്തി. അങ്ങനെ വിവരം അറിഞ്ഞ പോലീസ് ആ ലേഡിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോ എമ്മ രക്തത്തിൽ കുളിച്ച് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കീറിയ ഹോണ്ട് ചെയ്യുന്ന ആ സീരിയൽ കില്ലർ വില്യം, അയാളൊരു ജഡ്ജിയായിരുന്നു. ഈ ടൗണിൽ തന്നെ ഒത്തിരി റെപ്യൂട്ടേഷനോടെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ദൈവവിശ്വാസിയായിരുന്നു, ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. എന്നാൽ 1890s അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ആ ടൗണിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പല സത്യങ്ങളും പുറത്തു വന്നു. വില്യം ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. ഒരുപാട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ടോർച്ചർ ചെയ്ത് കൊലപ്പെടുത്തിയിരുന്നു. വില്യമിന്റെ വീടിനകത്ത് പട്ടിക്കൂട്ടിലെ 1-ലധികം പെൺകുട്ടികളുടെ അസ്ഥികൂടം ഉണ്ടായിരുന്നു. അവരൊക്കെ പട്ടിക്കൂട്ടിലെ ചങ്ങലക്കിട്ടൊരവസ്ഥയിലായിരുന്നു. ഇനി ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ. ഇവരല്ലേ ആ ആത്മാക്കളെ തുറന്നുവിട്ടത്. അതുകൊണ്ട് ആ മരണപ്പെട്ടവരുടെ റിമൈൻസ് കല്ലറ തുറന്ന് പുറത്തെടുത്ത് വേണ്ട ചടങ്ങുകളൊക്കെ ചെയ്ത് രണ്ടാമതും അടക്കം ചെയ്യണം. അവര് പിന്നെ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല, നേരെ സെമിത്തേരിയിലേക്ക് പോയി ആ മൃതദേഹങ്ങളൊക്കെ കല്ലറയിൽ നിന്ന് എടുക്കാനായിട്ട്. അതത്ര എളുപ്പമായിരുന്നില്ല. അവരാ കല്ലറ മാന്തിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് ചുറ്റും സ്ട്രെയിഞ്ച് ആയിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. പ്രൊഫസർ അവർക്ക് 3 പേർക്കും ഓരോ ചാക്ക് കൊടുക്കുന്നുണ്ട്. ഒരു തരി പോലും പുറത്തു പോവരുത്, സൂക്ഷിച്ച് എല്ലാം പെറുക്കി ചാക്കിലാക്കണം. ഇക്കാര്യം പ്രൊഫസർ ആവർത്തിച്ച് പറയുന്നുണ്ട്. എവറി സിംഗിൾ പീസ്. കീറ എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ അടച്ചു പിടിച്ച് ആ റിമൈൻസ് ചാക്കിലാക്കി. അവള് പെട്ടെന്ന് തന്നെ ആ കുഴിയിൽ നിന്ന് കയറുമ്പോഴേക്കും കീറ അങ്ങനെ തന്നെ ആ ശവപ്പെട്ടിയിലേക്ക് പറന്നു വീണു. ആ പെട്ടി അങ്ങനെ തന്നെ മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുക. മറ്റൊരു വശത്ത് എമ്മയുടെ പ്രേതം ആ പല്ലും വെച്ച് നായകനെ കടിക്കാൻ നോക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് സിദ്ധുണ്ടായിരുന്ന ആ കല്ലറയില് തീ കത്താനും തുടങ്ങി. ഫ്രാൻസിസ് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറെ മണ്ണൊക്കെ വാരി എറിഞ്ഞു. നായകനാണെങ്കില് ആ പ്രേതത്തിന്റെ പല്ലൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് പെട്ടെന്ന് തന്നെ കീറിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുഴിയിലേക്ക് എടുത്തു ചാടി. ആ പെട്ടി അങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ പെട്ടി തുറക്കാൻ യാതൊരു മാർഗവും ഇല്ല. ഹാരി എങ്ങനെയൊക്കെയോ ആ പെട്ടിയുടെ മുകൾ ഭാഗമൊക്കെ തല്ലി തകർത്ത് അതുവഴി കീറയെ പുറത്തേക്ക് രക്ഷപ്പെടുത്തി. ആ പെട്ടിയാണെങ്കിൽ മണ്ണിനടിയിലേക്ക് താഴ്ന്നുപോയി. പിന്നെ ഒരു സെക്കൻഡ് പോലും അവർ ആ സെമിത്തേരിയിൽ നിന്നില്ല. ആ എല്ലുകളൊക്കെ ചാക്കിലാക്കി അവർ നേരെ പ്രൊഫസറിന്റെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം തന്നെ പ്രൊഫസർ മരിച്ചവർക്ക് വേണ്ടിയുള്ള ചടങ്ങുകളും പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പ്രൊഫസറിന്റെ വീടിന് പിറകിലായിട്ട് അടക്കം ചെയ്യാണ്. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. ഹാരിയും ആലിസണും തിരികെ വീട്ടിലെത്തി. ഇനി ആ പ്രേതത്തിന്റെ ശല്യമില്ലല്ലോ. അവര് ഡോറൊക്കെ തുറന്നു നോക്കുന്നു. വീടിനകത്ത് മറ്റ് ശബ്ദങ്ങളൊന്നുമില്ല. അടുത്ത ദിവസം രാവിലെ ഹാരി എന്തോ ശബ്ദം കേട്ട് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. അവൻ വൈഫിനോട് ചോദിക്കും, ആലിസൺ നീ ആ ശബ്ദം കേട്ടോ? ആരോ നടക്കുന്നത് പോലെയില്ലേ? ഹാരി ഇത് വൈഫിനോട് ചോദിച്ച ഉടനെ തന്നെ ആ മുറിയുടെ ഡോറ് പതിയെ തുറക്കുന്നുണ്ട്. നോക്കുമ്പോ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ആലിസൺ ആ മുറിയിലേക്ക് കയറി വരുന്നു. അപ്പൊ പിന്നെ ഹാരിക്ക് തൊട്ട് ബെഡിൽ കിടക്കുന്നത് ആരായിരിക്കും? ഇവൻ പേടിച്ച് വിറച്ച് ലൈറ്റ് ഇട്ട് നോക്കുമ്പോ അതാ എമ്മയുടെ പ്രേതമാണ്. അങ്ങനെ തന്നെ ആ പ്രേതം അവിടെ നിന്ന് മറഞ്ഞുപോയി. അതുപോലെ തന്നെ സിദ്ധിന്റെ അവസ്ഥ ഇതിലും മോശമായിരുന്നു. അവന്റെ വീട് തന്നെ മൊത്തത്തില് കത്തിപ്പോയി. പ്രൊഫസർ പറഞ്ഞതുപോലെ ഇപ്പോഴും ആ കേഴ്സ് ബ്രേക്ക് ആയിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. അവര് 4 പേരും പ്രൊഫസറിനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ആ കല്ലറ തുറന്നു, റിമൈൻസ് പുറത്തെടുത്തു, അത് രണ്ടാമതും അടക്കം ചെയ്തു. എന്നിട്ടും അതൊന്നും വർക്കായില്ല. പ്രൊഫസറും എന്ത് പറയണമെന്നറിയാതെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. എവിടെയാണ് തെറ്റുപറ്റിയെന്ന് അറിയില്ല. പ്രൊഫസർ അവരെ സമാധാനിപ്പിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി. എങ്ങനെങ്കിലും ഇത് അവസാനിപ്പിക്കണ്ടേ. പക്ഷേ പ്രൊഫസർ വീടിന് വെളിയിലേക്ക് നോക്കുമ്പോ പുറത്തായിട്ട് വീടിന് ചുറ്റും വേലി കാണാം. എന്നാ അങ്ങനൊരു വേലി ആ വീടിന് ചുറ്റും ഉണ്ടായിരുന്നില്ല, അതിപ്പോ വന്നതാണ്. പ്രൊഫസർ ഈ കാര്യം ഫ്രാൻസിസിന് കാണിച്ചു കൊടുക്കും. ഈ വീടിപ്പോ അവർക്ക് സേഫ് അല്ല എന്നുള്ള കാര്യം പ്രൊഫസറിന് മനസ്സിലായി. പക്ഷേ ഈ പാതിരാത്രിക്ക് ഇപ്പൊ എന്ത് ചെയ്യും എന്നറിയാതെ പ്രൊഫസറും അസിസ്റ്റന്റും അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഈ കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ അവർക്ക് ഇനി കാത്തിരിക്കാനായിട്ട് ദിവസങ്ങളില്ല. ഇന്നാണ്
40ാമത്തെ ദിവസം, ആ ശാപം അവസാനിക്കുന്ന ദിവസം, അവര് കൊല്ലപ്പെടുന്ന ദിവസം. ഇത് കേട്ട് ഹാരിയാകെ ടെൻഷനായി. വാ നമുക്ക് പോവാം, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞ നായകൻ വൈഫിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ കൂട്ടുകാര് അവനെ തടയാനൊക്കെ ശ്രമിക്കും. ഈ രാത്രി പോകുന്നത് ശരിയല്ല, ആലിസൺ ആപത്തിലാവും എന്നൊക്കെ പറഞ്ഞ്. ഈ സമയം സിദ്ധാണെങ്കില് ഹാരിയുമായിട്ട് തർക്കിക്കാൻ തുടങ്ങി. ഇതിനെല്ലാം കാരണം നീയാണ്, അവനല്ലേ അന്ന് നടക്കാനായിട്ട് പോയത്. സിദ്ധ് ആലിസിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെന്നാ കല്ലറയിലേക്ക് പോവില്ലായിരുന്നു, നിന്റെ ഹാരി കീറയ്ക്ക് ഉമ്മ കൊടുക്കില്ലായിരുന്നു. ഇത് കേട്ട് ആലിസിനാകെ ഞെട്ടിപ്പോയി. നായകൻ അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആലിസൺ പിന്നെ കീറയെ വിളിച്ച് തനിച്ച് സംസാരിക്കാനായിട്ട് മറ്റൊരു മുറിയിലേക്ക് പോയി. ഇതിപ്പോ പ്രേതത്തെ ഓടിക്കണോ കുടുംബ വഴക്ക് തീർക്കണോ, നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞ് പ്രൊഫസർ അവിടെ നിന്ന് മാറിപ്പോയി. കീറ നടന്ന കാര്യങ്ങളൊക്കെ ആലിസിനോട് പറയുന്നുണ്ട്. അന്ന് കള്ളിന്റെ പുറത്ത് സംഭവിച്ചതാണ്. ഹാരി ഇപ്പോ സ്നേഹിക്കുന്നത് ആലിസിനെയാണ്. മാത്രമല്ല കീറയ്ക്ക് മറ്റൊരു പ്രണയമുണ്ട്. ഇവിടെ പ്രൊഫസറും അസിസ്റ്റന്റും ആ ക്യാമറയിലേക്ക് നോക്കി ഇവരിപ്പൊ തമ്മിൽ അടികൂടും, അടിയുണ്ടാക്കുന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഈ ഹാരിസും കീറയും പ്രണയിക്കുന്ന സമയത്ത് സിദ്ധും കീറയെ രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സിദ്ധ് ഇക്കാര്യം കീറയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ പിടിവലിയായി ബഹളമായി. അങ്ങനെ ഫയർ പ്ലേസില് തനിയെ തീ കത്താൻ തുടങ്ങി. ഇവിടെ കീറ തിരിഞ്ഞു നോക്കുമ്പോ ആ ഡോറ് തനിയെ അടയുന്നുണ്ട്. ഉടനെ തന്നെ കീറ ആലിസനോട് പറയും, ഓടി രക്ഷപ്പെട്ടോ. അങ്ങനെ തന്നെ ആലിസൺ പറന്നു തെറിച്ച് താഴേക്ക് വീണു. ആലിസനെ രക്ഷപ്പെടുത്താൻ കീറയ്ക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അവള് പെട്ടെന്ന് തന്നെ വീടിന്റെ മുകളിലേക്ക് ഓടി. കാരണം സീരിയൽ കില്ലറിന് വേണ്ടത് അത് കീറയാണ്. അവൾക്ക് ചുറ്റും ആര് നിന്നാലും അവരെയൊക്കെ ആ പ്രേതം ആക്രമിക്കും. പെട്ടെന്ന് ആ ആറ്റിക്കിലുണ്ടായിരുന്ന മുറി തന്നെ മൊത്തത്തില് മാറാൻ തുടങ്ങി. അതാ സീരിയൽ കില്ലറിന്റെ വീട് പോലെയായി. അവൾക്ക് ആ ഇരുട്ടിലെ എല്ലാം തോലായിട്ടൊരു രൂപത്തെ കാണാം. ആ സീരിയൽ കില്ലറിന്റെ പ്രേതത്തെ കാണാം. വില്യം അവളെ വളരെ ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഹാരിസും മറ്റെല്ലാവരും അപ്സ്റ്റെയറിലേക്ക് ഓടി വരുമ്പോ കാണുന്നത് കീറ എയറിൽ അങ്ങനെ പറന്നു നിൽക്കുകയാണ്. കഴുത്തിലൊരു ഗ്ലാസ് പീസ് ഉണ്ട്. അവർക്ക് ആ പ്രേതത്തെ കാണാൻ വയ്യ, അത് കീറയ്ക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അവർ ആ മുറിയിലേക്ക് ഓടി വരുന്നതിന് മുന്നേ ആ സീരിയൽ കില്ലറിന്റെ പ്രേതം കീറയെ കൊലപ്പെടുത്തി. അവരെ പെട്ടെന്ന് തന്നെ മുറിവൊക്കെ വെച്ച് കെട്ടി അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴോ വീടിന് വെളിയിലുള്ള ആ ഇരുമ്പിന്റെ ഫെൻസ് ഇല്ലേ, അതിപ്പോ ആ വീട് മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുകയാണ്. അവർക്ക് പുറത്തേക്ക് കടക്കാൻ യാതൊരു മാർഗവുമില്ല. ഇനി സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാലോ ഫോണും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ കീറ മരണപ്പെടുന്നു. അവളെ രക്ഷപ്പെടുത്താൻ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് അസിസ്റ്റന്റ് ഫ്രാൻസിസ് ഞെട്ടിക്കുന്നൊരു സത്യം പ്രൊഫസറിനോട് തുറന്നു പറയുന്നത്. ഇപ്പോ ഇതിനെല്ലാം കാരണക്കാരി അത് ഫ്രാൻസിസ് ആണ്. ഇവരെ രണ്ടാമതും അടക്കം ചെയ്ത ആ കുഴിമാന്തി ഫ്രാൻസിസ് 3 പേരുടെയും തലയോട്ടി അടിച്ചു മാറ്റി. എന്തിനെ? പ്രേതം ഉണ്ടെന്ന് തെളിയിക്കാൻ പ്രൂഫ് വേണ്ടേ അതിന്. ഇത് കേട്ടുനിന്ന ആലിസൺ പതിയെ ചെന്ന് ഫ്രാൻസിസിന്റെ മോന്തക്കിട്ടൊരെണ്ണം കൊടുത്തു. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. ഇപ്പോ ഈ കേഴ്സ് ഇല്ലാതാക്കണമെങ്കിൽ എങ്ങനെങ്കിലും ഈ 3 തലയോടുകളും വീണ്ടും അടക്കം ചെയ്യണം. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. അതിനിപ്പോ ഈ വീട്ടിൽ നിന്ന് പുറത്തു കടന്നിട്ട് വേണ്ടേ. അവര് പെട്ടെന്ന് തന്നെ ആ തലയോടുകളൊക്കെ ഒരു ബാഗിലാക്കി. പക്ഷേ പുറത്തുള്ള ഫെൻസ് കാരണം അവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. ഇനി സൂര്യൻ ഉദിക്കാൻ 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിനു മുന്നേ അവർക്കിത് അടക്കം ചെയ്യണം. അല്ലെങ്കിൽ ഈ വീട് ഉൾപ്പെടെ മൊത്തത്തിലെ പൊടിഞ്ഞ് ഭസ്മായി പോവും. ഇവരിങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുമ്പോ വീടിനകത്തെ കറണ്ട് പോയി. അവര് ടോർച്ചായിട്ട് കീറയെ തെരഞ്ഞു ചെല്ലുമ്പോ അവിടെ ആ ഡെഡ് ബോഡി കാണുന്നില്ല. താഴെ കീറയുടെ കാൽപ്പാടുകൾ കാണാം. അത് നേരെ പോയിരിക്കുന്നത് അവിടെ പിയാനോ ഉള്ള മുറിയിലേക്കാണ്. അവരാ മുറി തുറന്നു നോക്കുമ്പോഴോ എമ എങ്ങനെയാണോ രക്തത്തിൽ കുളിച്ച ആ പിയാനോ വായിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കീറ പ്രേത രൂപത്തിൽ ആ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുക. അവർക്കിത് വിശ്വസിക്കാൻ വയ്യ. നായകൻ പതിയെ മുന്നോട്ട് നടന്നു. അവരെ ഹാരിയെ തടയുന്നുണ്ട്. ഇത് അപകടമാണ്, അത് കീറയല്ല. നായകൻ ആ പ്രേതത്തിന്റെ അടുത്തെത്തിയതും കീറ അവനൊരൊറ്റ അടിയാണ്. പിന്നെ ചറപറാന്ന് എല്ലാവരെയും എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ആകെ അടിയും പിടിയും ബഹളമായി. പിന്നെ കീറയുടെ ദേഹത്തുള്ള എമ്മയുടെ പ്രേതമില്ലേ, ഈ കൈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കുമ്പോഴേക്കും വീടിന് വെളിയിലുണ്ടായിരുന്ന കോടാലി അതങ്ങനെ പറന്നു വന്നു. പിന്നെ കോടാലി കൊണ്ടായി പരാക്രമം. അങ്ങനെ ആ കോടാലിയായിട്ട് അവരെ ആക്രമിക്കാനായിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ എങ്ങോട്ട് ഓടി രക്ഷപ്പെടണമെന്ന് യാതൊരു പിടുത്തവുമില്ല. ഒരു വാതിലും തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു വിധത്തിലെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോർ റൂമിനകത്തേക്ക് ഓടിക്കേറി. പക്ഷേ അധിക നേരമൊന്നും അവർക്ക് ആ സ്റ്റോർ റൂമിനകത്ത് ഒളിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. സിദ്ധ് നിൽക്കുന്നിടത്തെല്ലാം തന്നെ തീ കത്താൻ തുടങ്ങി. പിന്നെ പറയണോ, അവരാ മുറിയിൽ നിന്ന് ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. എന്നാ മുറിക്ക് വെളിയില് കോടാലിയായിട്ട് നിന്നിരുന്ന എമയുടെ പ്രേതത്തെ ഇപ്പൊ കാണുന്നില്ല. ഇനി ആ പ്രേതം പൊയ്ക്കാണോ? ഫ്രാൻസിസ് അത് ചോദിക്കുകയല്ല. സീലിംഗിലെ പറ്റിപ്പിടിച്ചിരുന്ന എമയുടെ പ്രേതമാണെങ്കിൽ ആ കോടാലി വെച്ച് ഫ്രാൻസിസിനെ ആക്രമിക്കുന്നു. അങ്ങനെ ആ കാര്യത്തിലും തീരുമാനമായി. ഈ സമയം ഡോറ് തുറന്ന സിദ്ധാണെങ്കിൽ ഇടനാഴിയിലൂടെ ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ആലിസൺ താഴെ മരിച്ചു
മരിച്ചു കിടന്നിരുന്ന ഫ്രാൻസിസിന്റെ പോക്കറ്റിൽ നിന്ന് കാറിന്റെ ചാവി എടുത്തു. ബാക്കിയുള്ളവര് ജീവനും കൊണ്ട് ആ വീടിനകത്ത് കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് കടക്കാനായിട്ട് യാതൊരു വഴിയില്ല. മറുവശത്ത് സിദ്ധാണെങ്കില് ഒരു മുറിക്കകത്ത് കുടുങ്ങിപ്പോയി. അവനെ കൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് കടക്കാനും പറ്റാതായി. പതിയെ പതിയെ ആ മുറിയുടെ അന്തരീക്ഷം മാറാൻ തുടങ്ങി. മരിച്ചുപോയ ഡെന്നീസിന്റെ മുറിയായിട്ട് മാറി. ഇവനത് കണ്ട് പേടിച്ച് ആ ഡോറൊക്കെ ഇടിച്ച് തുറക്കാനൊക്കെ നോക്കി. പുറത്തുള്ളവരും ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം സിദ്ധിന് പിന്നില് ഡെന്നീസിന്റെ പ്രേതത്തെ കാണാം. അങ്ങനെ തന്നെ ആ മുറിയില് തീ കത്താൻ തുടങ്ങി. ഇപ്പോ ആ മുറിക്ക് വെളിയിലുണ്ടായിരുന്ന പ്രൊഫസർക്ക് ഡോറ് തൊട്ടു നോക്കിയപ്പോ ഒരു കാര്യം മനസ്സിലായി. അകത്ത് തീ കത്തുന്നുണ്ട്. പ്രൊഫസർ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ ആ ഡോറിനടുത്ത് നിന്ന് പിടിച്ചു മാറ്റി. അടുത്ത സെക്കൻഡിൽ തന്നെ പ്രൊഫസറും ആ ഡോർ അങ്ങനെ പറന്ന് തെറിച്ചു പോയി. സിദ്ധും മരണപ്പെട്ടു. പ്രൊഫസർക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഹാരി പെട്ടെന്ന് തന്നെ വൈഫിനെയും കൊണ്ട് വീടിന് മുകളിലേക്ക് ഓടി. ഇനി പുറത്തേക്ക് കടക്കാനുള്ള ഒരേ ഒരു വഴി അത് ആറ്റിക്കിലുണ്ടായിരുന്ന ജനാലയാണ്. ആലിസൺ താഴേക്കെടുത്ത് ചാടാനായിട്ട് തയ്യാറാവില്ല. ഹാരി, നീ എന്റെ കൂടെ വാ. അവൻ എങ്ങനെയൊക്കെയോ വൈഫിനെ സമാധാനിപ്പിച്ച് അവളെ താഴേക്ക് ഇറക്കുമ്പോഴേക്കും ആ പ്രേതം കോടാലിയായിട്ട് അവന്റെ അടുത്തേക്ക് വന്നു. ആലിസ് അങ്ങനെ അലറിക്കറഞ്ഞ് താഴേക്ക് ഉരുണ്ടു വീണു. ഭാഗ്യത്തിന് അവൾക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ഇവിടെ ഹാരി ആ പ്രേതമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അടിപിടിക്കിടയില് ബാഗിനകത്തുണ്ടായിരുന്ന ആ പ്രേതത്തിന്റെ തലയോട്ടിയില്ലേ, അതങ്ങ് താഴേക്ക് വീണു. ഹാരി ആ തലയോട്ടി എടുക്കാനായിട്ട് താഴേക്ക് ഉരുണ്ട് പെരണ്ട് വീഴുന്നുണ്ട്. ഇപ്പോ ഹാരിക്ക് തന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എമ്മയുടെ ഈ ഒരു തലയൊട്ടി മണ്ണിലടക്കം ചെയ്യണം. വീട് മുഴുവനും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രേതം അവന്റെ പിന്നാലെ തന്നെയുണ്ട്. അത് ആ കോടാലി കൊണ്ട് ഹാരിയെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന ആ നേരത്താണ് നമ്മുടെ ആലിസൺ പ്രൊഫസറിന്റെ കാറായിട്ട് ആ പ്രേതത്തെ ഇടിച്ചു തെറിപ്പിക്കുന്നു. പിന്നെ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. ഹാരി ആ കാറിനകത്തേക്ക് ഓടിക്കേറി. രണ്ടുപേരും ആ വീടിന് പിറകിലുള്ള ബാക്ക് യാർഡിലേക്ക് പോയി. ആ തലയോട്ടി അടക്കം ചെയ്യാതിരിക്കാൻ ആ പ്രേതം അവരെ രണ്ടുപേരെയും ആക്രമിക്കുന്നുണ്ട്. ഹാരിയെ ആ പ്രേതം മണ്ണിനടിയിലേക്ക് പിടിച്ചു വലിക്കുന്നു. ആലീസിനെ കൊണ്ടും ആ തലയോട്ടി എടുക്കാൻ പറ്റുന്നില്ല. ഈ സമയം ഒരു കൈ വന്ന് ആ തലയോട്ടി എടുക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, പ്രൊഫസറാണ്. പ്രൊഫസർ ആ തലയോട്ടി എടുത്ത് കുഴിയിലേക്ക് ഇട്ടതും അപ്പൊ തന്നെ ആ പ്രേതം ഒരു പൊട്ടിത്തെറിയോടെ ഇല്ലാതായി. ആ ശാപം അങ്ങനെ ഇല്ലാതായി. ഇവര് രണ്ടുപേരും പെട്ടെന്ന് തന്നെ മണ്ണിനടിയിലേക്ക് പോയ ഹാരിയെ രക്ഷപ്പെടുത്തി. അവസാനം ഇവര് മൂന്നുപേരും മാത്രമാണ് ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഫ്രാൻസിസിന്റെ മണ്ടത്തരം കാരണം മറ്റുള്ളവരും കൊല്ലപ്പെട്ടു. അടുത്ത സീനില് ഹാരിസും ആലിസും അവരുടെ മൂന്ന് സുഹൃത്തിന്റെയും കല്ലറയില് പൂക്കളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം തന്നെ ആ സെമിത്തേരിയിലെ കെയർ ടേക്കർ കാണുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ചിത്രത്തിലെ അവസാനത്തെ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. ഈ കല്ലറയിലൊക്കെ ആ ശപിക്കപ്പെട്ട എൻവലപ്പ് വെക്കുന്നതും ഈ ശാപം സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നതും ഈ കെയർ ടേക്കറാണ്. ഈ ഒരു സീനോടെയാണ് ദ ഗ്രേവ് ഡാൻസേഴ്സ് എന്ന ഈ ഒരു അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.